കൊച്ചിക്ക് പിന്നാലെ UDF വമ്പൻ നേട്ടം കൊയ്ത കോട്ടയത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സമവായത്തിലെത്താൻ കഴിയാതെ നേതൃത്വം. ജില്ലാ പഞ്ചായത്തിലും കോട്ടയം ഏറ്റുമാനൂർ നഗരസഭകളിലും ഒന്നിലധികം പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ആദ്യ ടേമിൽ കേരള കോൺഗ്രസ് നൽകുന്ന പഞ്ചായത്തുകൾ സംബന്ധിച്ചും ധാരണയായിട്ടില്ല. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിച്ച UDF ജില്ലയിൽ കരുത്തരാണ്. പക്ഷേ കരുത്ത് ചോരാതെ അധ്യക്ഷ സ്ഥാനങ്ങളിൽ അന്തിമ തീരുമാനം ഉറപ്പിക്കാൻ വെല്ലുവിളികളേറെ ബാക്കിയാണ്. പഞ്ചായത്തുകളിലും നഗരസഭകളിലും അധ്യക്ഷസ്ഥാനം വഹിക്കുന്നവർ ഒന്നിലധികമുണ്ട്. പലയിടത്തും മുതിർന്ന നേതാക്കൾ മുതൽ യുവാക്കൾ വരെ. KPCC സർക്കുലർ പാലിച്ച് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി പോകാനാണ് കോൺഗ്രസ് തീരുമാനം. കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട്. ജില്ലാ പഞ്ചായത്തിലും കോട്ടയം നഗരസഭയിലും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജനറലാണ്. വാകത്താനത്ത് നിന്ന് ജയിച്ച KPCC ജനറൽ സെക്രട്ടറി ജോഷി ഫിലിപ്പാണ് പട്ടികയിൽ ആദ്യ പേരുകാരൻ. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ ജോഷി ഫിലിപ്പിന് വേണ്ടി ഒരു വിഭാഗം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. CPM കേന്ദ്രമായ കുമരകത്ത് അട്ടിമറി വിജയം നേടിയ PK വൈശാഖിനെ പ്രസിഡന്റാക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. 4 അംഗങ്ങളാണ് കേരള കോൺഗ്രസിനുള്ളത്. ഇതിൽ വനിതകളില്ല. അതുകൊണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനം കേരള കോൺഗ്രസിന് നൽകാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ ഒരു ടേം പ്രസിഡന്റ് സ്ഥാനം കേരള കോൺഗ്രസിന് നൽകിയേക്കും. കോട്ടയം നഗരസഭ അധ്യക്ഷ സ്ഥാനത്തും കോൺഗ്രസ് പട്ടികയിലുള്ളത് 3 പേരാണ്. തുടർച്ചയായി 6ാം തവണ ജയിച്ച MP സന്തോഷ് കുമാർ, യുവനേതാവ് ടോം കര, മുതിർന്ന നേതാവ് TC റോയി എന്നിവർക്ക് വേണ്ടി പല വിഭാഗങ്ങൾ വാദിക്കുന്നുണ്ട്. ഏറ്റുമാനൂർ നഗരസഭ, കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത്, അതിരമ്പുഴ, നെടുങ്കുന്നം, കാണക്കാരി, തൃക്കൊടിത്താനം, കടനാട് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ ആദ്യ ടൈം അധ്യക്ഷസ്ഥാനം വേണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം.